അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ 800 ക്ലച്ച് ചെറുങ്ങനെ സ്ലിപ്പുണ്ട്, അപ്പോൾ അത് ചേഞ്ച് ആക്കണം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച നമുക്ക് ഷോപ്പുള്ളതുകൊണ്ട് ഈ ഇതുമായിട്ട് കളിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞായറാഴ്ചത്തേക്ക് നമ്മുടെ അറിയുന്ന ഒരു ബംഗാളിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓ മെക്കാണ്. ഓക്കെ, ഇപ്പോൾ ക്ലച്ച് വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവൻ വന്നിട്ട് വേണം എന്താ പറയുക പണി തുടങ്ങാൻ. ചായ ഒന്നും കുടിച്ചിട്ടില്ല. ഈ ചങ്ങായി രാവിലെ തന്നെ വിളിച്ചില്ല, ഞാൻ ഉറങ്ങുന്നതിനും അപ്പാണ് ഈ ചങ്ങായി വിളിച്ചിട്ട് പറഞ്ഞത് ബൈ റെഡിയാക്കണ്ടത്. എൻ്റെ കാട്ടി ഉത്തരവാദിത്തം ഓടിക്കാണ്. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും ഓനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഓൻ വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളിലേക്ക് കളിക്കാൻ. അപ്പോൾ ക്ലച്ച് കാണിച്ചു തരാം. ഇതുവരെ ആരും ക്ലച്ച് കാണിക്കില്ലെങ്കിൽ ക്ലച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ബോക്സിലായിട്ട് ക്ലച്ച് വരും കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ക്ലച്ചൊക്കെ അറിയണം. ഞാൻ വണ്ടി എടുക്കാന്നല്ലാണ്ട് വണ്ടിൻ്റെ ഒരു പാർട്സ് എടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ റൗണ്ടിലുള്ള സാധനമാണ് കേട്ടോ ക്ലച്ച് എന്ന് പറഞ്ഞ്. ഇത് 800 ക്ലച്ച്. ഇങ്ങനെ പല വണ്ടിക്ക് പല രീതിയിലാണ് ഉണ്ടാവുക. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് ഈ സാധനം കാണുന്നത്. ഞാൻ ക്ലച്ച് എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ മറ്റേ നമ്മളെ ബ്രേക്കിൻ്റെ അതേപോലത്തെ സാധനമാണെന്ന് വിചാരിച്ചത് ആദ്യം. പിന്നെ മനസ്സിലായി ഇത് ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവമാണ്. അപ്പോൾ ഇനി ഏതായാലും ചെക്കനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. വന്നിട്ട് വേണം ഇത് ഫിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്കിനെ ഞാനെന്ത് കഴിക്കട്ടെ പോയിട്ട്. ഓക്കെ, അരിയത്തെ ഒരു പേടിയുണ്ട്. അപ്പോൾ വണ്ടി അവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു ഷോപ്പ് തുറന്നിട്ട് അവിടെ നിന്ന് ചായ കുടിക്കട്ടോ. അപ്പോൾ ഒരു ചായ പറഞ്ഞിട്ടുണ്ട്, ഒരു വണ്ടി. ഓക്കെ, ടർക്കി അങ്ങനെ എൻ്റെ ചായ കുടിയെല്ലാം കഴിഞ്ഞു. എന്നിട്ടും ചങ്ങായി എത്തിയിട്ടില്ല. എന്താ ചെയ്യുക, ഓനെ വിളിച്ച് തിരക്കൂട്ടിയത്. എന്നിട്ട് ലാസ്റ്റ് ഓനെ തീയില്ല. അതങ്ങനെയാലോ, ചിലതങ്ങനെയാണ്. തിരക്കൂട്ടുന്ന പോലെ എവിടെ എത്തൂല പാടങ്ങൾ. ഓക്കെ, അങ്ങനെ ഉസ്മാൻ എത്തിയിട്ടുണ്ട്. വണ്ടി കയറ്റിയിട്ടിട്ടുണ്ട് സെറ്റ്. അപ്പോൾ നമ്മുടെ ബായി അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എത്തിയ അവതാരം ഇതും രണ്ടാൾ വന്ന് കുത്തിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ക്ലച്ചിൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ടോ. ക്ലച്ച് മാറ്റി അങ്ങനെ അരമണിക്കൂർ എടുത്ത് തോന്നും. അരമണിക്കൂറോ 1 മണിക്കൂറായിട്ട് എടുത്തു. അങ്ങനെ ക്ലച്ച് മാറ്റുന്നത് പഠിച്ചു ഗൈസ്. കുറച്ച് മെനക്കേടുണ്ട് എന്തായാലും. ക്ലച്ച് മാറ്റാനും അതുപോലെ ഗിയർ ബോക്സ് ആയാലും അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം കഴിച്ച് മാറ്റണം. റേഡിയേറ്റർ അതെല്ലാം കഴിച്ചിട്ടാണ് നമ്മളെ ക്ലച്ച് മാറ്റാൻ തുടങ്ങും. ഞാനാദ്യമായിട്ടല്ലേ. അപ്പോൾ അതവിടെ മാറ്റി വണ്ടി സെറ്റ് നല്ല സ്മൂത്തായിട്ട് ഓടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് അടുത്തതെന്ന് പറയുന്നത് നമ്മളെ ബ്രേക്ക് ഉണ്ട് ചെറിയൊരു കുറവ്. ഇനി ബ്രേക്കൊന്ന് ലെവലാക്കണം. അതോടെ നമ്മളെ വണ്ടിൻ്റെ ഉള്ളിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിന്നെ വരുന്നത് നമ്മുടെ അല്ലറ ചില്ലറ എന്താ പറയുക തട്ടിക്കൂട്ട് എന്ന് പറയുന്നത് ഒന്ന് വൃത്തിയാക്കണം. വണ്ടീൻ്റെ മൊത്തത്തിൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ മാഹിയിലേക്ക് പോവാണ്. ഇതാ നബീലുണ്ട്, പിന്നെ സിദ്ദീഖ് കൊണ്ടിട്ടാ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതൊക്കെ ആണ്. പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ ആദ്യമായിട്ട് ഒന്ന് ഫുൾ ടാങ്ക് അടിച്ചു നോക്കണം. അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നബീൽ ഇൻവെസ്റ്റ് ചെയ്യുന്നറിയില്ല. ഇൻവെസ്റ്റർ നബീൽ അല്ലേ? ഓ ഉറങ്ങിയിട്ടതായിപ്പോ. ഇനി എത്ര പറയുന്നത്? 3000. സിദ്ദീഖ് ഇനി എത്ര പറയുന്നത്? 2500 ഫില്ല്. അപ്പോൾ 2500 ഫില്ലാവുന്ന എൻ്റെ ഒരു പ്രതീക്ഷ. 2500 3 ഹൈ റേഞ്ച് ഇവര് പറഞ്ഞു, ഞാൻ പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ മായിലെത്തിയിട്ടുണ്ട്. നല്ല തിരക്കാട്ടോ, ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഓക്കെ. ഇനി നമ്മൾ ഇവരിൽ ആര് പറഞ്ഞതാ ശരിയെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ ഈ വണ്ടി അടിച്ച പാടെ നമ്മളെ വണ്ടിയാണ്. ഫുൾ ടാങ്ക് ഇവർ പറഞ്ഞതാണോ ശരി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണോ ശരി, അല്ലെങ്കിൽ സിദ്ദീഖ് പറഞ്ഞതാണോ ശരി, ആര് പറഞ്ഞാൽ ശരി നോക്കാം. പിന്നെ ഫുള്ളാക്കാൻ പോകുന്നുണ്ട്, നോക്കാം എത്ര ആവും. അപ്പോൾ ഇതാ ഏകദേശം 900 900-ൽ 10 ലിറ്റർ കയറിയിട്ടുണ്ട്. ബൈ. മീനെ ബാധിക്കുന്നത് ഒന്ന് പറയോ?
അത് അങ്ങനെ നിസ്കാരെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്ലാൻ നമ്മളെ ഫുഡ് അടിക്കണം അല്ലേ, ഫുഡ് അടിക്കണം. പിന്നെ നമ്മളെ മാഹിത്തെ ഹൈവേയിലെ അതിൻ്റെ ഉള്ളിൽ ഇതുവരെ കയറിയില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അതിലൂടെ ഒന്ന് നമ്മളെ വണ്ടി പറപ്പിച്ച് നോക്കണം. ഓക്കെ, ക്ഷീണം അപ്പോൾ ആ മാറ്റണം. ഓക്കെ, ഇതിൻ്റെ മുന്നേ നമ്മളെ ചാനലിട്ട ഹൈവേ കൂടെയാണ് നമ്മളിപ്പോൾ എന്താ പറയുക കത്തിച്ചിളക്കാൻ പോകുന്നത്. അത് നമ്മളെ 800 വെച്ചിട്ടോ, ഫുൾ ടാങ്ക് എണ്ണ വിത്ത് പറപ്പിക്കൽ. നല്ല വ്യൂ ഉണ്ട് ഗൈസ്. ഇവിടുന്ന് നോക്കിയാൽ പുഴ കാണാം, മല കാണാം, റെയിൽവേ ട്രാക്ക് കാണാം. ഇവ പഠിക്കവിടെ. അപ്പൊ ജ്യൂസ് സെറ്റായി കേട്ടോ, നല്ല മിക്സഡ് ജ്യൂസ്. 50 രൂപക്ക് വേർത്ത് എന്ന് പറയാം. സെറ്റ് അല്ലേ? ചോറ് കഴിച്ചിട്ടില്ല, ഇനിയിപ്പോ ചോറ് കഴിക്കാൻ പോണം. അപ്പൊ ഇതാ എണ്ണ ആകെ വന്നത് 1571 നമ്മളെ ടാങ്ക് ഫില്ലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ പറഞ്ഞതും ശരിയല്ല, ഇവൻ പറഞ്ഞതും ശരിയല്ല, അപ്പം ഞാൻ പറഞ്ഞതും ശരിയല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ എമൗണ്ട് വന്നത്. എത്ര 1571. ഓക്കെ.